അങ്ങനെ കുറേ ദിവസം എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് ഞാൻ ഇന്ന് അസീൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നേ. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമല്ലോ. അതിനു വേണ്ടി രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഉമ്മയും കുഞ്ഞിയെല്ലാം. അപ്പം അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. കാരണം ഇതൊക്കെ ഉണ്ടാക്കി തീരാൻ തന്നെ ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഡിന്നറിൻ്റെ ഐറ്റംസ് ആണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് ഓട്ടുവത്തിൽ, തടിച്ചവത്തിൽ, ടയറുവത്തിൽ എന്നിങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് മെയിനാണ്. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിലും ഒക്കെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഒരു തടിച്ചവത്തിൽ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ കറിയും നമ്മളെ പ്രോൺസ് വെച്ചിട്ടുള്ള മീൻപത്തിലുണ്ടല്ലോ അതുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലും സ്നാക്സും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഉന്നക്കായും ഗ്രീൻ പീസിൻ്റെ വടയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ നമ്മളെ ഫുൾ ചിക്കനും പൊറാട്ടയൊക്കെ വാങ്ങുകയും ചെയ്തു. ഇതിപ്പോൾ കുറേ ഐറ്റംസ് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മാഷാ അസീൻ്റെ വീട്ടിൽ ഇപ്പം കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ എല്ലാവരും നാട്ടിൽ ഒന്നിച്ചിട്ട് വല്ലപ്പോഴും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളും അസീൻ്റെ ബ്രദേഴ്സിൻ്റെ ഫാമിലിയും പിന്നെ സിസ്റ്ററിൻ്റെ ഫാമിലിയും ഉപ്പയും ഉമ്മയും അങ്ങനെ എല്ലാവരും ഒന്നിച്ചുള്ളത് കൊണ്ട് തന്നെ നിറച്ചും ആളുണ്ട് അവിടെ. അപ്പോൾ കുറച്ച് കൂടുതൽ ഐറ്റംസ് തന്നെ കൊണ്ടുപോകണം. അങ്ങനെ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് എടുക്കാനേ. ഇതിൻ്റെ ഒന്നും റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ഇവർ രാവിലെ തന്നെ ഇത് ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴേക്കും പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പേക്കാക്കുന്നത് മാത്രം കാണിക്കാം. ഒരു കിമിയൊന്നുമില്ല. പിന്നെ ഇതാ ഞങ്ങളെ സ്നാക്സിലെ മെയിൻ സാധനമാണ് ഈ ഒരു ഉന്നക്കായ ഇല്ലാത്തൊരു പരിപാടി ഞങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉന്നക്കായാണ് അവിടെ മെയിൻ ആയിട്ട് ഉണ്ടാവുക. നമ്മൾ നേരത്തെ തടിച്ചവത്തിനെ പറ്റി പറഞ്ഞതുപോലെ സ്നാക്സിൽ മെയിനായിട്ട് ഉണ്ടാകുന്നതാണ് ഈ ഒരു ഉന്നക്കായ. ഇതും അസീൻ്റെയും ജനുവിൻ്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടാണ്. ജനുവിൻ്റെ സ്നാക്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഉന്നക്കായ. നമ്മൾ ഖത്തറിലുള്ള സമയത്ത് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് അവൾ പറയുക എനിക്ക് ഉന്നക്കായ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയെന്ന്. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് ഉന്നക്കായ. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ അതും എനിക്ക് വെളുങ്ങന തടിച്ചോത്തിനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ നന്നാവാത്തൊരു ഐറ്റാണ്. ഉണ്ടാക്കുകയൊക്കെ ചെയ്യും, പക്ഷേങ്കിൽ ഇവരൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആ ഒരു ഉന്നക്കായുടെ ഷേപ്പും കാര്യങ്ങളെല്ലാം കിട്ടാൻ എനിക്ക് കുറച്ച് പണിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നാട്ടിലുള്ള സമയത്ത് ജനുവിനും അസിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഈ ഒരു തടിച്ചവത്തിലും ഉന്നക്കായും നെയ്പ്പത്തിലും ഒക്കെ ഇഷ്ടംപോലെ വീട്ടിൽ നിന്ന് ഉമ്മ അസി വരുന്ന സമയത്തും അല്ലാതെ ജനുവിനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം എന്താ ഉന്നക്കായും മീൻപത്തിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇത് പാക്ക് ചെയ്യാതാ ഇതുപോലെ വാഴയില വാട്ടിയെടുത്തിട്ട് അതിലാണേ. വാഴയില ഇഷ്ടംപോലെ സുലഭമായിട്ട് ഇവിടെ കിട്ടുന്ന സാധനമാണല്ലോ. നമുക്ക് ഖത്തറിലൊക്കെയാണ് ഈ ഒരു ഇല കിട്ടാൻ ബുദ്ധിമുട്ട്. കിട്ടുകയൊക്കെ ചെയ്യും, എന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് ആ ഒരു വാഴമെന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കുന്ന ആ ഒരു ഫ്രഷ്നെസ് ഒന്നും കിട്ടില്ലല്ലോ. ഇനിയിപ്പം നമ്മളെ തടിച്ചവത്തിൽ ഓരോന്നും വലിയ കാസറോളിലേക്ക് മാറ്റിയിടാന്ന്. ഈ ഒരു പത്തിൽ 2 ഓട്ടോയിൽ വെച്ചിട്ട് അതിൽ ചുട്ടി ഇടുകയാണ് ചെയ്യുന്നത്. കുറച്ച് ടൈം എടുക്കും ഇതുണ്ടാക്കി വരാൻ. അതുകൊണ്ട് തന്നെ ആക്കി വെച്ചതൊക്കെ വലിയ കാസറോളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഗ്രീൻ പീസിന്റെ വടയും ഇത് രണ്ടുമാണ് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം വടയൊക്കെ അറിയാലോ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കേണ്ട സാധനമാണ്. അപ്പോൾ അത് ചൂടോടുകൂടെ കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് ഈ ഒരു ഗ്രീൻ പീസ് വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 10 റെഡി. മറന്നിട്ടുണ്ട്. ഇല്ല എന്താ പോകുന്നു അത് വാങ്ങിയിട്ട് ഇരുത്താനൊക്കെ ഈ കവറിൽ തന്നെ മനസ്സിലായി കാണൊക്കെ കൂടെ. അങ്ങനെ ഇതാ അച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഒരു തടിച്ചവത്തിൻ്റെ വീഡിയോ ഞാൻ റെസിപ്പി ആയിട്ട് ഇടണമെന്ന് കുറേ ആയി വിചാരിക്കുന്നത്. പക്ഷേങ്കിലേ ഞാൻ ഉറങ്ങി എണീറ്റ് വരുമ്പോഴേക്കും ഉമ്മ അതിൻ്റെ അരിയൊക്കെ അരച്ച് ഇലയിൽ പരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പിന്നീട് എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ നീണ്ടു പോവാണ് കേട്ടോ ഈ തടിച്ചവത്തിൻ്റെ റെസിപ്പി. ഞങ്ങൾ പോകുന്ന വഴിയിൽ 2 ഫുൾ ചിക്കനും പൊറോട്ടയും കുബൂസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഇതാ എല്ലാം ടേബിൾ മേലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കണം. ഇത് അവിടെ എല്ലാവർക്കും ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന്. പ്രത്യേകിച്ച് അസിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അസിയാണ് മെയിനായിട്ട് എല്ലാം നോക്കുന്നത്. നമ്മളെ ഗ്രീൻ പീസിന്റെ വട. എന്നാൽ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിക്കട്ടെ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.